രണ്ട് ഒരു റെയർ ഫിലിമാണ്. അതായത് എൻ്റർടൈനറുമാണ്, അതിനൊപ്പം തന്നെ നല്ല ഒരു സീരിയസ് ടോപ്പിക് യൂസ് ചെയ്യില്ല. സീരിയസ് ടോപ്പിക് കോമഡി രീതിയിലാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ യുടേറ്റ് സിമിലായിട്ട് തോന്നുന്നു പറയാമെങ്കിലും അതൊരു തമാശ രീതിയിലാണ് കാണിച്ചിരിക്കാം. സെൻറ്റിമെൻറ്റ്സ് ആകുമ്പോൾ നല്ല സെൻറ്റിമെൻറ്റ്സ്, ക്ലൈമാക്സ് ആകുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാ എലമെൻസും ഉണ്ട്. രണ്ട് കാര്യം പറയാം, നിവിൻ്റെ ശക്തമായ തിരിച്ചറിവാണ്, നല്ലൊരു എൻ്റർടൈനറാണ്, ഒപ്പം നല്ലൊരു മെസ്സേജും ഉണ്ട്. ജനഗണമന പോലെ വിജയുടെ എല്ലാ പടത്തിലും പൊളിറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ റിലീജിയസ് എലമെൻ്റ് ഉണ്ട്, ഒപ്പം നല്ലൊരു എൻ്റർടൈനറുമാണ്. നിവിൻ ധ്യാൻ കോമ്പിനേഷൻ മെയിൻലി വരുന്നത് ഫസ്റ്റ് ഹാഫിലാണ്. അത് വർക്കൗട്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡിയാണ്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് അവസാനമാകുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് വരുന്നത്, എല്ലാ എലമെൻസും ഉണ്ട്. ആകെ നെഗറ്റീവ് തോന്നിയത് നിവിനും അനുശ്വരാജ് ആ പേരും ശരിയാവുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ നല്ല പടമാണ്. ആദ്യത്തെ ഒരു ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത്, പക്ഷേ തമാശ രീതിയിലാണ് കാണിക്കുന്നത് കോമഡി. അവസാനമാകുമ്പോൾ സെൻറ്റിമെൻറ്റ്സിലാണ്. പക്ഷേ എനിക്ക് ഇതിനെക്കാട്ട് ഇഷ്ടപ്പെട്ടു ജനഗണമനയുടെ അത്ര വരുന്നില്ല. ജനഗണമന എനിക്ക് ഇതാണ് ഇഷ്ടം. നല്ല സിനിമയാണ്. ഡിജോ ജോസ് ആൻ്റണിയുടെ കരിയറിൽ മുൻപത്തെ ചിത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടാണ്. ജനഗണമനയായാലും ക്യൂനായാലും ഒരു സോഷ്യൽ സത്യർ വിഷയങ്ങൾ പുള്ളി കൈകാര്യം ചെയ്തു. ഈ പടത്തിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആൾക്കാർ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഈ മലയാളികൾ നാട്ടുകാരെ കളിപ്പിക്കുക, പറ്റിച്ചു പോകാനാണ്. പക്ഷേ ഇത് മലയാളികൾ എന്താണെന്ന്, ലോകത്തുള്ള മലയാളികളുടെ ഒരു ഫീലാണ് ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ടുള്ളത്. സൗഹാർദ്ദത്തിൻ്റെ കഥ പറഞ്ഞ ചിത്രം. നമ്മൾ ഹിന്ദിയിൽ ബജ്രംഗി പൈച്ചാൻ കണ്ടിട്ടുള്ള പോലെ മലയാളത്തിൻ്റെ ബജ്രംഗി പൈച്ചാൻ എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിത്രത്തിൻ്റെ സ്പോയിലർ. ഒരു ഫസ്റ്റ് ഹാഫിൽ ഉടനീളം കോമഡി സെറ്റാണ്, പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ പാർട്ടികൾക്കിട്ട് അത്യാവശ്യം നല്ല കൊട്ട കൊടുത്തിട്ടുണ്ട്. അത് പണ്ട് തൊട്ട് ഷാരിസ് മുഹമ്മദ് പറഞ്ഞതുപോലെ നമ്മൾ മലയാളികൾ തൊപ്പിയും വയ്ക്കും, കാവി ഉടുക്കും. നമ്മുടെ സൗഹാർദ്ദത്തിന് വട്ടം നിൽക്കാനായിട്ട് വേറെ ഒരു സംസ്ഥാനവുമില്ല. നമ്മൾ ഇന്ത്യക്കാരാണ്. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നു. ഓരോ മലയാളിയുടെയും സൗഹാർദ്ദത്തിൻ്റെ കഥയാണ്, ഓരോ മലയാളിയുടെയും അഭിമാനത്തിൻ്റെ സിനിമയാണ്. മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണ് ജെയ്ക്സ് ബിജോയ് BGM ആയാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഓരോ കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ നിവിൻ ചേട്ടനാണെങ്കിലും അതുപോലെ ധ്യാനായാലും പിന്നെ മഞ്ജു ചേച്ചി നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തിരക്കഥ പുള്ളി പറഞ്ഞ പോലെ സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്ന തിരക്കഥയാണ്. നല്ല സിനിമ, മലയാളികൾ എല്ലാവരും കണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയിൽ തമാശയുണ്ട്, ഇമോഷൻസ് ഉണ്ട്, സൗഹാർദ്ദമുണ്ട്, എല്ലാം ഉണ്ട് സിനിമയിൽ. നിവിൻ്റെ തിരിച്ചുവരവാണല്ലോ, ഒരു വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചുവരവ് കണ്ടിരിക്കുന്നതാണ്. നിവിൻ ഈ മലയാള സിനിമയിൽ എങ്ങോട്ട് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നിവിൻ ഈ സിനിമയിൽ ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ഫസ്റ്റ് ഹാഫിലുടനീളം ഫാമിലി പ്രേക്ഷകർക്കായാലും സിനിമാ ആസ്വാദകർക്കായാലും ആഹ്ലാദിക്കാനും ആസ്വദിക്കാനും ഒക്കെ എല്ലാവിധ എലമെൻസും ഈ സിനിമയിലുണ്ട്. വളരെ നല്ല പെർഫോമൻസ്. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് തന്നെയാണ്. വളരെ വളരെ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് സിനിമയിൽ. തീർച്ചയായും അതിനേക്കാളും തന്നെ ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം കുറേ ഒരു രാജ്യസ്നേഹവും അതൊക്കെ, പക്ഷെ വേറെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് പടം കാണിച്ചത്. എല്ലാവർക്കും, മലയാളികളായിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യും. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലിയും അല്ല, എല്ലാം ഉണ്ട്. മൊത്തത്തിലൊരു പവർ പാക്ക് തന്നെയാണ് സംഭവം. വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇല്ല, കോമഡി ഡ്രാമയാണെന്ന് പറയും. നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു. അതിപ്പോൾ ജനഗണമന എന്ന സിനിമ നമുക്കറിയാം, ഒരു വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു. അതിനുശേഷം ഈ സിനിമ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കണ്ടൊരു സിനിമയാണ്. ഇതിൽ രാഷ്ട്രീയക്കാരെയൊക്കെ തുറന്നടിച്ച് കാണിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായുള്ളൂ. എന്തായാലും ഗംഭീരം. നിവിൻ പോളിക്ക് ഒരു മുൻതൂവലാണ് സിനിമ. സലീംകുമാറോട് ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. അതുപോലെ നല്ല ഗാനങ്ങൾ സിനിമയിലുണ്ട്. പിന്നെ എന്താ പറയുക, ഇത് കണ്ടപ്പോൾ നമ്മൾ മലയാളീസിന് അഭിമാനം തോന്നുന്ന നിമിഷമാണ്. കാരണം നമുക്ക് എവിടെ ചെന്നാലും പറയാം നമ്മൾ മലയാളിയാണെന്ന്. അടിപൊളി സിനിമയാണ്. അതുപോലെ ഇദ്ദേഹത്തിന് ഇനിയും സിനിമകൾ ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ. നിവിൻ പോളിക്ക് എന്തായാലും സിനിമ ഒരു പൊൻതൂവലാണ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.